നന്ദനായിരിക്കും. ഇനിയല്ല ഇസബെല്ല നോക്കിക്കോളൂ. ഇസബെല്ല നമുക്ക് വലിയൊരു സഹായമാണ് ചെയ്തത്. ഇപ്പൊ സ്വന്തം കാര്യം വന്നപ്പോ ആദർശവും ഇല്ല, മൂല്യബോധവും ഇല്ല. ഹലോ, അങ്ങനെ നമ്മുടെ സുഗമോ ദ്വീപിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലാണ് അല്ലെ. നമ്മുടെ ഗിരീഷ് മാഷിന് മനസ്സിലായി എന്തൊക്കെയോ ഒരു പ്രഷർ നമ്മുടെ ദേവികയുടെ മേൽ വന്നതുകൊണ്ടാണ് ദേവിക ആ പ്ലാന്റിന് അനുമതി കൊടുത്തതെന്ന്. അപ്പൊ ഗിരീഷ് മാഷ് നമ്മുടെ രജനിയോടും ഗിരീഷ് മാഷിന്റെ അമ്മയോടും പറയുന്നുണ്ട്, ദേവികയുടെ പിന്നിൽ പ്രഷർ ചേർത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം, മിക്കവാറും നന്ദനായിരിക്കും എന്ന് പറയുകയാണ്. അപ്പുറത്ത് നന്ദനാണെങ്കിൽ ദേവികയുടെ അടുത്ത് മൊത്തത്തിൽ ദേഷ്യപ്പെടുന്നു, ചൂടാവുന്നു. ദേവികയാണെങ്കിൽ ഫുള്ള് ഓഫായി, ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ബഹളമൊക്കെ തന്നെയാണ്. പ്രഭാവതിയാണെങ്കിൽ നമ്മുടെ ഇസബെല്ലയെ വിളിച്ചിട്ട് ഇങ്ങനെ, ഇസബെല്ല നീ ചെയ്തു തന്ന കാര്യത്തിനൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും ഇസബെല്ലയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ദേവികയുടെ നന്ദന്റെ ജീവിതം ഏകദേശം കോഞ്ഞാട്ട പോലെ ആയി കഴിഞ്ഞു. ലാസ്റ്റ് നമ്മുടെ MLA ഓഫീസിൽ പോയിരിക്കുകയാണ് നമ്മുടെ ദേവിക. അവിടെ ചെന്നിട്ട് അവിടെ അപ്പോൾ മറ്റേ സ്റ്റാഫ് വന്ന് പറയുന്നുണ്ട്, മാഡത്തിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവിക പറയുന്നുണ്ട്, എനിക്ക് ആരെയും കാണണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരായിരിക്കും അത്? സിദ്ധാർത്ഥനായിരിക്കും. സിദ്ധാർത്ഥൻ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ മകൾ ബന്ധമൊക്കെ ഞാൻ അവസാനിപ്പിച്ചു, അഴിമതി കാണിക്കുന്ന ആരായാലും ഇനി എന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ് ദേവികയ്ക്ക് നേരെ ഇങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവിക തകർന്നടിഞ്ഞ് വീണ്ടും ഭയങ്കരമായിട്ട് കരയുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.